ഈ സാറ്റർഡേ നമ്മുടെ +1 കുട്ടികൾക്ക് മാത്സ് ആയിരുന്നു. അങ്ങനെ മാത്സ് ടീച്ചർ വന്ന് ക്ലാസ് എടുത്തു തുടങ്ങി. ഇന്ന് ഉച്ചവരെ ഹാഫ് ഡേ ക്ലാസ് സ്കൂളിലുണ്ടായിരുന്നതുകൊണ്ട് കുട്ടികളൊക്കെ എത്തിയത് ഉച്ചയ്ക്ക് 2 മണിക്ക്. അങ്ങനെ ദേ ഇവിടെ മാത്സും ഇപ്പോഴത്തെ ക്ലാസ്സിൽ ഞാൻ 10th കുട്ടികൾക്ക് ഇംഗ്ലീഷും എടുക്കുമായിരുന്നു. എക്സാമൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്ക് കുറച്ച് അധികം ടൈം ക്ലാസ്സുകൾ വെക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ +1 കുട്ടികൾക്ക് മാത്സ് കഴിഞ്ഞ് ടീച്ചർ പോയപ്പോൾ തന്നെ ഏകദേശം 5 മണി കഴിഞ്ഞു. എങ്കിൽ പിന്നെ അവർക്ക് ബ്രേക്കിൻ്റെ സമയമായി. അവർ ബ്രേക്ക് കൊടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഇപ്പോഴത്തെ ക്ലാസ്സിലെ പിള്ളേർക്ക് ഇരിക്കാൻ വയ്യാണ്ടായി. അങ്ങനെ പിന്നെ 2 ക്ലാസ്സിലെ കുട്ടികൾക്കും ചേർത്ത് ഒരുമിച്ച് അങ്ങ് ബ്രേക്ക് കൊടുത്തു. ബ്രേക്കിന് വിട്ടാൽ പിന്നെ തിരിച്ചിവരെ കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ ഓരോ ടീം വൈസായിട്ട് കുട്ടികൾ ബ്രേക്കൊക്കെ കഴിഞ്ഞ് പിടിച്ചിരുത്തുന്ന ഒരു തന്ത്രപ്പാടിലായിരുന്നു ഇവിടെ ഞാൻ. പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, 2 മണിക്ക് വന്നതില്ല, 5 മണിയാകുമ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ വിശപ്പിൻ്റെ വിളി എത്തുമല്ലോ. അങ്ങനെ കുട്ടികളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കൊണ്ടുവന്ന സ്നാക്സും കാര്യങ്ങളൊക്കെ എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് ദേ പിടി തരാണ്ട് വീണ്ടും ഒരു ഐസ് ആൻഡ് വാട്ടർ കളിക്കാറായി. പിന്നെ ഇങ്ങനെയൊക്കെ പിള്ളേരെ പിടിച്ചിരുത്തി നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അടുത്തവർക്ക് കെമിസ്ട്രി ആയിരുന്നു. ഇത് കെമിസ്ട്രി പഠിച്ച് വട്ടായ അവസ്ഥയെ കാണും. ഈ കെമിസ്ട്രിയൊക്കെ ഇവരെ പഠിപ്പിച്ചെടുക്കാനായിട്ട് വല്ലാത്ത കഷ്ടപ്പാട് തന്നെ നമ്മൾ പെടേണ്ടി വരും. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ എല്ലാം കൊണ്ടൊന്ന് ഒപ്പിക്കുമായിരുന്നു. ദേ ഇവിടുത്തെ ഈ പിള്ളേരാണെങ്കിൽ ഇനി ഞങ്ങൾക്ക് ആരുടെ ഹെൽപ്പും വേണ്ട, ഞങ്ങളിനി ഒറ്റയ്ക്ക് പഠിച്ചോളാം എന്ന കൂട്ടരാണ് ഇവിടെ ഇരിക്കുന്ന ഇവർ. എങ്കിൽ പിന്നെ നമ്മുടെ ഈ പിള്ളേരാണെങ്കിലോ നമ്മുടെ ഹെൽപ്പില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്താൽ വേഗം ക്യാപ്ചർ ചെയ്യുന്ന കുട്ടികളും, എങ്കിൽ പിന്നെ 1-2 തവണ പറഞ്ഞു കൊടുത്താൽ ഞങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ള കുട്ടികളും ഇതിനകത്തുണ്ട്. പോർഷൻസ് എല്ലാം കവർ ചെയ്ത് നമ്മൾ റിവിഷൻ ടൈമാണ് ഈ സമയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചും അങ്ങനെ ഇന്നത്തെ ദിവസം കുറച്ച് ഡോക്യുമെൻ്ററി ആയി സൂക്ഷിക്കാൻ നമുക്കൊന്ന് സഹായിച്ചു. 2 മണിക്ക് വന്ന പിള്ളേരാ, ഏകദേശം സമയം 9 മണിയായി. ഇതിന് മുന്നേക്ക് ഒരു ബ്രേക്ക് കൊടുക്കേണ്ടതാ. പക്ഷേ ബ്രേക്ക് കൊടുത്താലുള്ള അവസ്ഥ ഇവരെ പിടിച്ച് നമുക്കിനി കിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാം പഠിച്ചു കഴിഞ്ഞ് 9 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് അത്യാവശ്യം വിശപ്പെടുക്കാനുള്ള ചെറിയ രീതിയിലുള്ള സ്നാക്സും ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്ത് എല്ലാവരെയും സന്തോഷത്തോടെ യാത്രയാക്കി. ഒരുപാട് സ്നേഹവും സന്തോഷവും പഠിപ്പിക്കലും ഒക്കെ ആയാൽ പിന്നെ കുട്ടികളുടെ സ്റ്റഡീസ് ഒരുപാട് മധുരമുള്ളതാകും. അങ്ങനെ മധുരമുള്ളതാണ് ഞങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സും ഞങ്ങളുടെ ഓർമ്മകളും എന്നും എപ്പോഴും. ഓരോ ബാച്ചിലെ കുട്ടികളും ഓരോ രീതിയിലുള്ള മെമ്മറീസാണ് എനിക്ക് തരുന്നത്. അതൊക്കെ ഡോക്യുമെൻ്ററി ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്.